വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും പിന്നെ അയാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ 3 പേരുടെ ലക്ഷ്യം. ഒന്ന് ഈ സെലിബ്രിറ്റിയുടെ മകനല്ലാതെ ഒന്ന് ജീവിക്കാനൊന്ന് നോക്ക്. ഞാൻ കുറെ ആൾക്കാരുടെ സലിംകുമാറിന്റെ കുറ്റമൊക്കെ പറയാൻ തുടങ്ങി. മോനല്ലെന്നുള്ളത് പ്രൂവ് ചെയ്യണമല്ലോ. ആൾക്കാർ വെറുതെ പറയണേ ഇയാളെ സലിംകുമാറിന്റെ മോനൊന്നുമല്ല. അല്ലെങ്കിൽ വന്നിട്ട് ഒരാൾ അച്ഛന്റെ കുറ്റമൊക്കെ പറയും. ആരോമല്ല എന്റെ അനിയനുണ്ടല്ലോ, അച്ഛന്റെ പേര് എസ് കുമാർ എന്നാണ് ഞങ്ങളുടെ പേര് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിട്ട് അച്ഛൻ അങ്ങനെ ഇട്ടേക്കണേ. അപ്പൊ അവിടെ അവൻ ശിവകുമാർ ഫുൾ ഫോം പറഞ്ഞേക്കണേ. അച്ഛന് കൃഷിയാ, കൃഷിക്കാരനാ, പുള്ളി നെൽകൃഷിയൊക്കെയാ. ശരിക്കും എന്റെ അച്ഛന്റെ നെൽകൃഷിയൊക്കെ ഉണ്ടല്ലോ, പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. സ്കൂളിൽ ചേർക്കുന്നതിന് ചോദിച്ചതാ ഏത് പേര് വേണമെന്ന്. കുറെ പേരുണ്ടായിരുന്നു. അതിൽ അമിതാഭ് ബച്ചൻ, ഷാറുഖ് ഖാനൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇട്ട പേരാ ചന്തു എന്നുള്ളത്. അത് ഇഷ്ടപ്പെട്ടില്ലാതെ എങ്ങനെയാ പറയണേ? അങ്ങനെയാണ് ഞാൻ ചന്തു എടുക്കണേ. ചന്തു മതി എന്നുള്ള ഒരു രീതിയിൽ എടുക്കണേ. അല്ല ഇപ്പൊ ഇത് മതി. ഷാറുഖ് ഖാൻ ഉണ്ടല്ലോ, ഷാറുഖ് ഖാൻ പേരിട്ടിരുന്നെങ്കിൽ ആ പുള്ളിയുടെ നിഴലിൽ ഒതുക്കിപ്പോയാലേ. അച്ഛന്റെ ഒരു ക്യാരക്ടർ ഇനിയും ചെയ്യാൻ കിട്ടിയാൽ ഏത് ചെയ്യും? അച്ഛൻ ചെയ്ത സാധനം മോൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ആരോമല് അനിയൻ ഫോൺ ചെയ്യുമ്പോഴേക്ക് ഞാൻ അച്ഛന്റെ സൗണ്ടിൽ സംസാരിക്കും. അപ്പൊ അനിയനപ്പുറത്ത് ഫോൺ കൊടുക്കണം നമുക്ക്. ആരോമല് മറ്റേ ഷർവാണിയൊക്കെ ഇട്ട് മറ്റേ സെറ്റപ്പ് ആയിട്ട് വന്നേക്കണേ. ഈ ഷർവാണിയൊക്കെ ഇട്ടേക്കണപ്പോ ആൾക്കാർ വിചാരിച്ചു ഇവനായിരിക്കും അവാർഡ് കിട്ടിയത്. മറ്റവൻ പോരാ. എനിക്കിത് കണ്ടിട്ടാണ് പൊളിഞ്ഞ്. ഞാൻ നേരെ ടോയ്ലറ്റിൽ കയറി എന്റെ ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്ത് ദിസ് ഈസ് നോട്ട് ദി അവാർഡ് വിന്നർ പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ അവരുടെ അടുത്തൊക്കെ പോയിട്ട് എല്ലാവരും പോയിട്ട് ദിസ് ഈസ് നോട്ട് ദി അവാർഡ് വിന്നർ, ദാറ്റ് ബോയ് നിങ്ങളുടെ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോഴേക്കും അവർ വന്നിട്ട് വിളിച്ചു, സോറി സാർ പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ച് ഞങ്ങളെല്ലാവരും കയറ്റി. അവിടെ ചെന്നകത്തുന്നത് അവിടെ പരിപ്പ് വട, സമൂസ. ഞങ്ങള് ഒരുമാതിരി പെട്ട അവസ്ഥയിൽ പോയി. ഇത് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാർട്ടിക്ക് കൊണ്ടുവന്നത്. നാഷണൽ ആൾക്കാർ കഴിക്കുന്ന സാധനം അത്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ വീട്ടിൽ ആരും ക്രിറ്റിസൈസ് ചെയ്ത് ഞാൻ സമ്മതിക്കാറില്ല. അപ്പൊ നിങ്ങളെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിങ്ങനെ തരുന്ന ഒരാളായിരുന്നു, ഇന്നത് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ? ഇല്ലില്ല, നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന ആൾക്കാരാണ്. അച്ഛൻ എന്തെങ്കിലും ചെയ്താൽ അച്ഛനൊരു മോശം പടം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ഛനെ കളിയാക്കും. അച്ഛൻ നമ്മളെ കളിയാക്കും ഓരോ കാര്യങ്ങൾക്ക്. ഈ നാടകത്തിന്റെ ഒക്കെ ടൈമിലൊക്കെ ഞാൻ പ്രാക്ടീസിനൊക്കെ പോണെന്ന് പറയുമ്പോ എന്ത് പ്രാക്ടീസടാ, കറക്റ്റ് സമയത്ത് കറക്റ്റ് എന്ത് പ്രാക്ടീസ്, ആ മൂടായിരുന്നു എല്ലാവരും. ഇപ്പൊ അനിയനൊക്കെ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ കളിയാക്കി കൊല്ലുന്ന ആളാ. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ജീവിക്കുന്ന ആൾക്കാരെ ഞങ്ങള്. അല്ലാതെ ഒരാളെങ്ങനെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും പിന്നെ അയാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ 3 പേരുടെ ലക്ഷ്യം. അച്ഛനും ഞങ്ങളായിട്ട് അധികം കമ്പനി ആയി കഴിഞ്ഞാൽ ഞങ്ങളെ ഭയങ്കര പ്രശ്നക്കാരാ. നമ്മളൊറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരാളെ ഇരയെ കിട്ടുവാണല്ലോ. അത് നമ്മൾ എല്ലാവരും അല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് ചില ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ നമുക്ക് നമ്മളെ അടുത്ത് കുറച്ച് ഷോ ഒക്കെ ഇറക്കി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ. അവരൊക്കെ എങ്ങനെയൊക്കെ നമ്മള് തീർത്തു കൊടുക്കാൻ പറ്റും, അങ്ങനെ തീർത്തു കൊടുക്കുന്ന ആൾക്കാർ. അങ്ങനെ ഞങ്ങള് പരസ്പരം, അതിപ്പോ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പാളിപ്പോയതാണെങ്കിൽ അതിൽ പിടിച്ചിട്ട് എന്നെ കളിയാക്കും. അതൊരു ദിവസം ഒരാളായിരിക്കും, ചിലപ്പോ ആരോമലായിരിക്കും, ചിലപ്പോ ഞാനായിരിക്കും, ചിലപ്പോ അച്ഛനായിരിക്കും, ചിലപ്പോ അമ്മയായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ വീട്ടില്. ഇങ്ങനെ വീട്ടില് ആരെങ്കിലും വന്നിട്ട്, അതായത് നമ്മുടെ സിനിമയിൽ തന്നെ ഉള്ള ആരെങ്കിലും വന്നിട്ട്, അത് നിങ്ങളുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇതുപോലെ തീർത്ത് 3 പേര് തീർത്ത് വിട്ടാറുണ്ട്? അങ്ങനെ മെമ്മറി വല്ലതും ഉണ്ടോ? സിനിമ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സർക്കിള് വലുതാവുമല്ലോ. അപ്പൊ നമ്മളുടെ ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളായിരിക്കും. അങ്ങനെ അല്ലാതെ ഒരാളെ ഇന്ന് തീർത്തു കൊടുത്ത അങ്ങനെ ഒന്നുമില്ല. തീർത്തു കൊടുക്കാന്ന് അതാണ് കാരണം അത് അച്ഛനുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരായിട്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ കുട്ടിക്കാലം മുതലേ ചന്തു കാണുന്നുണ്ട് അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നത്. അപ്പൊ അത്രത്തോളം അച്ഛനായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആരൊക്കെയാണ് ഇപ്പം വീട്ടിൽ വരാറുള്ളത്? ക്ലോസ് ഫ്രണ്ട്സ് ഇല്ല സിനിമയില്. ഇല്ല. അച്ഛനെപ്പോഴും പറയുന്ന കാര്യം, സിനിമയിൽ അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവുന്ന കുറവായിരിക്കും. കാരണം ഇന്നിപ്പോ ഒരു സിനിമയില് അഭിനയിച്ചു, അപ്പൊ ആ സമയത്തുള്ള ഫ്രണ്ട്സ് അവരായിരിക്കും. അത് കഴിഞ്ഞ് നമ്മള് വേറെ സിനിമയിൽ പോകുമ്പോൾ അവിടെ വേറെ ആൾക്കാരായിരിക്കും, വേറെ ഡയറക്ടർ ആയിരിക്കും, വേറെ കാസ്റ്റ് ആയിരിക്കും. അപ്പൊ അവരായിരിക്കും സിനിമയിലെ ഫ്രണ്ട്സ്. അങ്ങനെ ആയിരിക്കും. അച്ഛനങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് സിനിമയെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെന്നുള്ളത്. അച്ഛനങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ലാൽ ജോസ് അങ്കിള്, പിന്നെ ആദർശ് അങ്കിളൊക്കെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. അത് ചന്തു എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്താണ് ഇങ്ങനെ ഒരു കാരണം നമ്മളൊക്കെ ആണെങ്കിൽ എവിടെ പോയാലും സൗഹൃദം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്? അല്ല, സൗഹൃദങ്ങളുണ്ട്. അതായത് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന ഒരാള് സിനിമയെന്ന് അങ്ങനെ ഇല്ല. എനിക്ക് ആദർശങ്ങള് ലാൽ ജോസങ്ങളൊക്കെയാണ്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലാൽ ജോസങ്ങള് വരും. അങ്ങനെ ഇപ്പൊ എനിക്ക് ഞാനായിട്ട് കൂടുതൽ കോണ്ടാക്ട് ഉള്ള ലാൽ ജോസങ്ങളാ.
ബാക്കി അച്ഛന്റെ ഫ്രണ്ട്സ് ആയിട്ടൊന്നും ഞാൻ എനിക്കങ്ങനെ കോണ്ടാക്ട് ഇല്ല. എനിക്കൊരാളെ വിളിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ലാലു സംഘള എനിക്ക് മെസ്സേജ് കൊടുക്ക് ഞാൻ അങ്ങോട്ട്. അതായത് ഇപ്പൊ സിനിമയിലെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ എനിക്ക് ലാലു സംഘളായിരുന്നു. ലാലു സംഘളായിട്ടാണ് കൂടുതൽ കമ്പനി എനിക്ക്. വേറെ അങ്ങനെ എന്റെ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇല്ല. ഇപ്പൊ ഫ്രണ്ട്സിന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ സ്കൂൾ മുതലൊക്കെ ആണെങ്കിലും ഇപ്പൊ സലീം കുമാർ എന്നുള്ളൊരു മകൻ എന്നുള്ളൊരു പ്രിവിലേജ് കിട്ടുമല്ലോ. ഞാൻ തന്നെ മുമ്പേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പൊ സലീം ചേട്ടന്റെ കോമഡി പറയാത്ത ഒരു ദിവസം പോലും മലയാളികളുടെ ലൈഫിൽ കാണുന്നില്ല. കാരണം അത്രത്തോളം എക്സ്ട്രാ ഓർഡിനറി ഒരു ആക്ടറാണ് സലീം ഏട്ടൻ. ആ കോമഡിയൊക്കെ ഇപ്പോഴും എവർഗ്രീൻ ആണ്. അപ്പം പണ്ട് തൊട്ടേ അതിങ്ങനെ കേൾക്കുമല്ലോ. അങ്ങനെ തന്നെയല്ലേ ലൈഫ് പൊക്കോണ്ടിരുന്നത്? സ്കൂളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ ആർട്സ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുപ്പം ഞങ്ങളുടെ ഏരിയയിൽ തന്നെയുള്ള സ്കൂളാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ആൾക്കാരല്ല എല്ലാവരും. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെ. അപ്പൊ അപ്പോഴേക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവമൊക്കെ പോകും. സലീം കുമാറിന്റെ മോൻ എന്നുള്ള സംഭവമൊക്കെ പോകും. ഇപ്പൊ എല്ലാവരും അത്രയും കാലം ഒരുമിച്ച് പഠിക്കുന്ന ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ വേറൊരാളാണെന്നോ അങ്ങനെ ഒരു സെലിബ്രിറ്റിയുടെ മോനാണെന്നോ ഒന്നും അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു അടിപൊളി സ്കൂൾ ലൈഫായിരുന്നു. കോളേജിലൊക്കെ വന്ന സമയത്ത് പറഞ്ഞാൽ അമൃതയിൽ വന്നപ്പോഴായിരുന്നു ഈ സിനിമാ നടന്റെ മകൻ എന്നുള്ളൊരു സാധനമൊക്കെ കിട്ടി തുടങ്ങിയത്. അവിടെ ചെന്നപ്പോഴേ ഞാൻ ആദ്യം നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അനിൽ എന്ന് പറഞ്ഞിട്ട്, അനിൽ സൈൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ കോളേജിൽ ചേർന്നതിന് തൊട്ടുമ്പായിട്ട് പരിചയനായിട്ട് ഞാൻ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. പരിചയൻ ഡയറക്ട് ചെയ്തൊരു ഡോക്യുമെന്ററി. അപ്പൊ അതിലെ അഭിനയിച്ചിട്ടുണ്ട്. പരിചയനായിട്ട് അതിനെ അഭിനയം. പരിചയം പറഞ്ഞിങ്ങനെ ഈ കോളേജിലൊക്കെ ചേരുകയല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, നീ കുറച്ച് നാള് ഒന്ന് ഈ സെലിബ്രിറ്റിയുടെ മകനല്ലാതെ ഒന്ന് ജീവിക്കാനൊന്ന് നോക്ക്. കോളേജ് വന്നിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് ദിവസം തന്നെ സലീം കുമാറിന്റെ കുറ്റമൊക്കെ പറ. അങ്ങനത്തെ ഒരു മൂഡ് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോ തന്നെ ആൾക്കാർക്ക് കുറച്ചു പേർക്ക് മനസ്സിലായി ഇവിടെ കണ്ടിട്ട്. പിന്നെ ഞാൻ കുറെ ആൾക്കാരുടെ സലീം കുമാറിന്റെ കുറ്റമൊക്കെ പറയാൻ തുടങ്ങി. മോനല്ലെന്നുള്ളത് പ്രൂവ് ചെയ്യണമല്ലോ, എന്നാലല്ലേ ഇവരുടെ ഒരു ഇതറിയാൻ പറ്റുള്ളൂ നമുക്ക്. പുള്ളിയുടെ അഭിനയം പോരാ രീതിയിലൊക്കെ സംസാരിച്ച്. അപ്പൊ അവർക്ക് വിചാരിച്ചു ഓക്കെ ആൾക്കാർ വെറുതെ പറയണേ ഇയാളെ സലീം കുമാറിന്റെ മോനൊന്നും അല്ല, അല്ലെങ്കിൽ വന്നിട്ട് ഒരാൾ അച്ഛന്റെ കുറ്റമൊക്കെ പറയൂ, ശരിയല്ല അങ്ങനൊന്നും അല്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ. അങ്ങനെ ചില ആൾക്കാരൊക്കെ വിശ്വസിച്ചു സലീം കുമാറിന്റെ മോനല്ല, ആൾക്കാർ കളിയാക്കണതാ. കൊറേ നാളെ 2-3 മാസം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ റിയലൈസ് ചെയ്തത്. അച്ഛൻ വന്നായിരുന്നു ഒരു ദിവസം. അച്ഛൻ കോളേജിൽ വന്നു. എന്തോ ഒരു പ്രോഗ്രാമിന് എന്നെ കൊണ്ടുവിടാനായിട്ട് അച്ഛൻ കോളേജിൽ വന്നു. അപ്പോഴാണ് ആൾക്കാരൊക്കെ ഓ ഇവൻ ശരിക്കും സലീം കുമാറിന്റെ മോനാ. അല്ലെങ്കിൽ ചില ആൾക്കാർ വിചാരിച്ചെന്ന് കളിയാക്കാൻ വേണ്ടിട്ട് ആൾക്കാർ പറയണായിരിക്കും സലീം കുമാറിനെ പോലെ ഇരിക്കുകയാണല്ലോ, സലീം കുമാറിനെ പോലെ ഇരിക്കുക. അപ്പൊ അതുകൊണ്ടായിരിക്കും ആൾക്കാർ പറയണെന്നൊക്കെ. ഞാനാണെങ്കിൽ പിന്നെ ആ സമയത്തൊന്നും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും ഫോട്ടോസ് ഒന്നും, എന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ വീട്ടില്, ഇപ്പോഴും ഇല്ല. ഒരു ഫോട്ടോ എന്തേ ഉള്ളൂ എന്നാണ് ഞങ്ങളെല്ലാരും കൂടെ ഉള്ളത്. അപ്പൊ അത് ആൾക്കാരെ അങ്ങനെ അറിയാനായിട്ട് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോളേജും ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. പിന്നെ ഇങ്ങനെ സലീം കുമാറിന്റെ മോനാന്ന് അറിയുമ്പോൾ ഉള്ളൊരിത്, അതല്ലാതെ വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളോട് സലീമേട്ടന്റെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ ഒരൊറ്റ കുറ്റം പറഞ്ഞു, 1-2 കുറ്റങ്ങളോട് പറഞ്ഞു അന്ന് പറഞ്ഞേ. ഇല്ല അങ്ങനെ കുറ്റം പറയണല്ല, കളിപ്പിക്കാൻ വേണ്ടിട്ട് അവരോട് പറയുന്ന, കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ 1-2 കാര്യങ്ങൾ പറഞ്ഞേ. മറ്റേ ഫ്രണ്ട്സിനോട് അതൊന്നും പറയാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു, അച്ഛാ ഞാൻ ഇങ്ങനൊക്കെ പോയി. അതിപ്പോ ആരോമല്ല എന്റെ അനിയനുണ്ടല്ലോ, അനിയൻ അവനൊരു പഠിക്കാനൊരു സ്ഥലത്ത് അവൻ ആപ്പ് ഡെവലപ്മെന്റിന്റെ ഇത് ചെയ്യും. അപ്പൊ അവൻ അവിടെ പഠിക്കാൻ ചേർന്ന്. അപ്പൊ അവനങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയില്ല, അവൻ അച്ഛന്റെ പോലെ ഇരിക്കുന്നല്ലാത്തോണ്ട് പെട്ടെന്ന് തിരിച്ചറിയില്ല. അപ്പൊ അവന്റെ അച്ഛന്റെ പേര് ശിവകുമാർ എന്നാ അവിടെ. അച്ഛന്റെ പേര് എസ് കുമാർ എന്നാ ഞങ്ങളുടെ പേര് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിട്ട് അച്ഛൻ അങ്ങനെ ഇട്ടേക്കണം. ചന്തു എസ് കുമാറിനും ആരോമൽ എസ് കുമാറിനും. സലീം കുമാറിന്റെ എസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ അവൻ ശിവകുമാർ ഫുൾ ഫോം പറഞ്ഞേക്കണേ. അച്ഛന് കൃഷിക്കാരനാ, പുള്ളി നെൽകൃഷിയൊക്കെയാ. ശരിക്കും എന്റെ അച്ഛന് നെൽകൃഷിയൊക്കെ ഉണ്ടല്ലോ, പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ അച്ഛൻ ആദ്യമൊക്കെ കളിയാക്കി കൊടുത്തു അച്ഛൻ ആരോമലിനെ. അങ്ങനെ കുറെ നാള് കഴിഞ്ഞു. കുറച്ച് നാൾ മുമ്പ് ഏതൊരു മീഡിയ ചാനലിന്റെ ഒരു വീഡിയോയില് ഞാനും അച്ഛനും ആരോമലും കൂടെ നിക്കണം എന്തൊരു സാധനം. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇതായപ്പോ ആരോമലിന്റെ കോളേജ് അവിടെ പഠിക്കുന്ന സ്ഥലത്തൊക്കെ ആരോമലല്ലേ നമ്മുടെ കൂടെ ഉള്ള ചെക്കൻ. അപ്പോഴാണ് അവരൊക്കെ തിരിച്ചറിയണേ ഓ ഇവൻ സലീം കുമാറിന്റെ മകനാന്നുള്ളതൊക്കെ. അതുവരെ അവന് ഭയങ്കര ഫ്രീഡം ആയിരുന്നു, അവിടെ അവൻ ഭയങ്കര ചില്ല് ചെയ്ത് നടക്കും. പിന്നെ അതിന് ശേഷമാണ് പ്രശ്നമുള്ളൂ. അപ്പൊ അങ്ങനെ അത് പിടിച്ചപ്പോ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. ഓ സമാധാനമല്ല, നീ അല്ലെങ്കിൽ അച്ഛന്റെ പേര് മാറ്റി പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നല്ലോ, ഇപ്പൊ എനിക്ക് സമാധാനം വേടാ എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു അച്ഛൻ. അങ്ങനെ
ഓക്കെ. ഇപ്പൊ ചന്തുവിന്റെ പേര് പണ്ടൊരിക്കല് ഇതുപോലെ ചന്തു അയ്യോ ഈ പേരെന്തിനായിരുന്നു അച്ഛൻ മറ്റേ അമിതാഭ് ബച്ചൻ മുതൽ ഷാറൂഖ് ഖാൻ വരെയുള്ള പേര് എന്നിട്ട് ചേർക്കുന്നതിന് മുമ്പ് ചോദിച്ചതാ ഏതൊക്കെ ഏത് പേര് വേണമെന്ന്. കുറെ പേരുണ്ടായിരുന്നു, അതില് അമിതാഭ് ബച്ചൻ ഷാറൂഖ് ഖാനൊക്കെ ഉണ്ടായിരുന്നു. ഏത് വേണമെന്ന് ചോദിച്ചു. ശരിക്ക് അത് അങ്ങനെ ചോദിച്ചത് സ്കൂളിൽ ചേർക്കണതിന് മുമ്പ് ചോദിച്ചു. അച്ഛനങ്ങനെ ഭയങ്കര കൂളായിട്ടുള്ള മനുഷ്യനല്ലേ, ഞാൻ ചോദിച്ചു. അച്ഛൻ ചോദിച്ചു ഇങ്ങനെ ഏത് പേര് വേണമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഷാറൂഖ് ഖാൻ അമിതാഭ് ബച്ചൻ എന്ന് എനിക്ക് അന്ന് വലിയ ചെറിയ പയ്യനാണല്ലോ ഞാൻ, LKG ചേരാൻ പോകുന്നുള്ളൂ. എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇതൊക്കെ ആരാന്നുള്ളൊരു സാധനം. എനിക്കന്ന് മമ്മൂട്ടി മോഹൻലാൽ അങ്ങനത്തെ കുറച്ചൊരു ദിലീപങ്ങള് ചാക്കോച്ചൻ അങ്ങനെ കുറച്ച് കല്യാണരാമനൊക്കെ ടൈമിലാന്ന് തോന്നുന്നു. ചാക്കോച്ചൻ അറിയാവുന്നതാണ്. അപ്പൊ ഇവരെല്ലാം എനിക്കറിയില്ല വേറെ ആൾക്കാരൊന്നും. ഈ പേരൊക്കെ കേട്ടിട്ടുണ്ട്. ഷാറൂഖ് ഖാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടല്ലോ. ചന്തു അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ചന്തു കുഴപ്പമില്ല. പിന്നെ അച്ഛനോട് പറഞ്ഞു ഓക്കെ. അച്ഛൻ നമ്മള് ഭയങ്കര സ്നേഹമാണല്ലോ. അച്ഛൻ ഇട്ട പേരാ ചന്തു എന്നുള്ളത്. അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എങ്ങനെയാ പറയണേ? അങ്ങനെയാണ് ഞാൻ ചന്തു എടുക്കണേ. ചന്തു മതി എന്നുള്ള ഒരു രീതിയിൽ എടുക്കണേ. ചന്തു മതി എന്ന് പറഞ്ഞെടുത്തു. പിന്നെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴാ ആദ്യമൊക്കെ കുഴപ്പമില്ല, പിന്നെ കമ്പനിയായി കഴിയുമ്പോൾ ഒരു കളിയാക്കാൻ തുടങ്ങും. അങ്ങനെ കളിയാക്കാൻ തുടങ്ങുമ്പോഴാണ് ചന്തു എന്നുള്ള പേര് മാറ്റി ചന്തിന്നൊക്കെ വിളിക്കുന്നത് നമ്മളെ. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര പോരാ, ഈ പേര് പോരാ, മാറ്റണം, കുറച്ചുകൂടെ വലുതായിട്ട് മാറ്റാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു ഈ ചെറുപ്പത്തില്. പിന്നെയാണ് ഞാൻ പറഞ്ഞ മമ്മൂക്കയെ കാണുന്നതും തൊമ്മനമക്കളുടെ സെറ്റിൽ പോയപ്പോ അപ്പൊ എന്റെ അടുത്ത് ഞാൻ പറയുന്നത് ഇത് എന്റെ ക്യാരക്ടറിന്റെ പേരാ ചന്തു എന്നുള്ളത്. അടക്കം വീരകഥ പുള്ളി മറ്റേ ചന്തുവിനെ തൊപ്പിക്കാനാവില്ല എന്നുള്ള ഡയലോഗ് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഓ ഈ പേരിന് ഇങ്ങനത്തെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരുന്നു എനിക്ക്. എന്നാ ഈ പേര് മാറ്റണമെന്ന് പിന്നെ തോന്നില്ല? അപ്പം എനിക്ക് ഈ പേര് ഇട്ടാ കൊള്ളാം. തീരെ ചെറുതല്ലേ? അല്ല പിന്നെ പറഞ്ഞില്ലേ ഇപ്പൊ പിന്നെ സ്കൂളിലൊക്കെ 1ാം ക്ലാസ് 2ാം ക്ലാസ് ടൈമാ ഞാൻ പറയണേ. അപ്പോഴേക്കും എനിക്ക് എന്നാലും ഒരു പേരൊക്കെ മനസ്സിൽ കാണുമല്ലോ, ചാക്കോച്ചൻ അല്ലെങ്കിൽ കുഞ്ചക്കോവൻ. അങ്ങനെ പേര് അങ്ങനത്തെ പേരുകളോടായിരുന്നില്ല. പിന്നെ എന്നാലും ഒരു പേരുണ്ട് ചന്തുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഷാറൂഖ് ഖാൻ കുഴപ്പമില്ല, ഷാറൂഖ് ഖാൻ കുഴപ്പമില്ല. കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. അമിതാഭ് ബച്ചൻ എനിക്ക് ഒരു സാധനം ഉണ്ടല്ലോ പേര്, ഗുമ്മുണ്ടല്ലോ, അത് ഷാറൂഖ് ഖാൻ ആയിരിക്കും ചിലപ്പോ. ഞാൻ അന്ന് ചെറുപ്പത്തിലെ ചൂസ് ചെയ്ത് ഷാറൂഖ് ഖാൻ ചൂസ് ചെയ്താണ്. ഓക്കെ, ഷാറൂഖ് ഖാൻ എന്നുള്ള പേരിൽ അറിയപ്പെടേണ്ട ആളാ, ജസ്റ്റ് മിസ്. അതെ അല്ല, ഇപ്പൊ ഇത് മതി. ഷാറൂഖ് ഖാൻ എന്നാ പേരിട്ടിരുന്നെങ്കിൽ ആ പുള്ളിയുടെ നിഴലിൽ ഒതുക്കി പോയാലോ. ഇനിയിപ്പോ എനിക്കിപ്പോ എന്റെ രീതിയിൽ ഇത് ചെയ്യാലോ. അതെ, ഇപ്പൊ നമ്മള് സലീം ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് പണ്ട് 5ാം ക്ലാസ് വരെ സലീം എന്നുള്ള പേരായിരുന്നു. അപ്പം അതിങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയപ്പം ഒരു കുമാറോട് ചേർത്തിട്ടെന്നുള്ള. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ചന്തുവിനും അനുഭവിക്കാൻ വന്നിട്ടുണ്ടാവും. കാരണം ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഇപ്പം ആ ഒരു പേര് കേൾക്കുമ്പോഴത്തേന് അയ്യോ എന്താ അച്ഛൻ ഇന്റർ കാസ്റ്റ് മാരേജ് ആണോ അല്ലെങ്കിൽ അവർ ലവ് മാരേജ് ആയിരുന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഈ അടുത്ത് എനിക്ക് സിദ്ധാർത്ഥ് ചോദിച്ചായിരുന്നു. സിദ്ധാർത്ഥില്ലേ, ആക്ടർ സിദ്ധാർത്ഥ് ചോദിച്ചായിരുന്നു അച്ഛൻ സലീം കുമാർ എന്നല്ലേ പേരും, അച്ഛൻ മുസ്ലിം ആണെന്ന് പുള്ളി വിചാരിച്ചോണ്ടിരുന്നുണ്ട്. മുസ്ലിം അല്ലെന്ന് ചോദിച്ചപ്പോ അല്ല മുസ്ലിം അല്ലാന്ന് പറഞ്ഞു, ഹിന്ദു ആന്ന് പറഞ്ഞു. ഓ ഇപ്പഴാ മനസ്സിലായത് എനിക്ക്. പുള്ളിക്ക് അറിയില്ലായിരുന്നു. പുള്ളി വിചാരിച്ചിരുന്ന മുസ്ലിം ആണെന്നാ വിചാരിച്ചിരുന്നത് അച്ഛൻ. അച്ഛൻ പറയുന്ന അച്ഛൻ 5ാം ക്ലാസ് വരെ 5ാം ക്ലാസ്സിൽ വന്നു 5ാം ക്ലാസ്സിൽ എന്താ പേര് മാറ്റി, അതുവരെ മുസ്ലിം ആയിരുന്നു, ശേഷം ഹിന്ദു ആയിരുന്നു. ആ സമയത്തുള്ള ആൾക്കാര് അങ്ങനെ സഹോദരനയ്യപ്പന്റെ. ഇപ്പൊ മുമ്പേ ഞാനിപ്പോ ഈ ഒരു അച്ഛനും മക്കളും തമാശയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ എന്റെയൊക്കെ ഫോണില് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും ചന്തും കൂടെ ചാറ്റ് ചെയ്തപ്പോ ആണെന്ന് ഒരു ഫോട്ടോ അയച്ചു. പക്ഷെ പെട്ടെന്ന് ഞാനൊന്ന് സ്റ്റക്കായി. ദൈവമേ ഇനി എന്തെങ്കിലും വിചാരിച്ചു കാണും. നമ്മൾ നോർമലി അത് ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മുടെയൊക്കെ ഡെയിലി, അതായത് ഒരു ട്രോൾ വീഡിയോ എടുത്ത് അച്ഛൻ്റെ കോമഡി ഇല്ലാത്ത ഒരു ട്രോൾ വീഡിയോ പോലും ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്കേഴ്സ്. അപ്പം ചന്തുവിന് ഡെയിലി കിട്ടുന്നുണ്ടായിരിക്കും. അപ്പം ഞാനപ്പോൾ വിചാരിച്ചു ദൈവമേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി എന്തെങ്കിലും ഫീലായി കാണുന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ഡെയിലി വരാറുണ്ടോ? ആണോ? ഇപ്പൊ വാട്സപ്പിൽ സ്റ്റിക്കറിനകത്ത് എത്ര അച്ഛൻ്റെ ആണോ? എന്നാ ഒന്ന് കാണിക്കും. ഇപ്പൊ വാട്സപ്പിൽ സ്റ്റിക്കേഴ്സ് അച്ഛന്റെ മാത്രം എത്ര ഉണ്ടെന്ന്. ഇപ്പൊ ഞാൻ അച്ഛന്റെ 5 സ്റ്റിക്കർ കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരാൾ ഇരുന്ന് ഇങ്ങനെ തപ്പുന്ന എന്തുകൊണ്ടല്ലേ, വേറെ സ്റ്റിക്കേഴ്സ് ഒക്കെ ആണ് എനിക്ക് അറിയാൻ പാടില്ലേ. ഇപ്പൊ എനിക്ക് അയച്ചു തരും അച്ഛന്റെ ബെസ്റ്റ് 5 സ്റ്റിക്കേഴ്സ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് പറയണ്ടായിരുന്നു. എന്തിനു പറഞ്ഞ ഞാൻ തന്നെ ഉണ്ടാക്കി കുറച്ചുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ 5 സ്റ്റിക്കേഴ്സ്. ഓക്കെ, അടിപൊളി. ഇപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി, അതായത് ചന്തു ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്റ്റിക്കേഴ്സും പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അതായത് ചന്തുവിൻ്റെ ഈ പോസ്റ്റില്ലേ
ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ നമ്മളൊക്കെ പോയി അച്ഛന്മാരുടെ ഹാപ്പി ബർത്ത്ഡേ പപ്പ, ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേന് ഏറ്റവും അടിപൊളിയായിട്ട് ഇട്ടേക്കുന്നു. ഇങ്ങനെയൊക്കെ വീട്ടിലും ഭയങ്കര ഫണ്ണാണോ നിങ്ങള്? ചെറുപ്പത്തിൽ അച്ഛൻ എന്നെ ഫോട്ടോഷോപ്പ് പഠിപ്പിച്ചായിരുന്നു. അച്ഛൻ ഫോട്ടോഷോപ്പ്, അച്ഛൻ എഡിറ്ററാ, അച്ഛൻ എഡിറ്റ് ഒക്കെ ചെയ്യും. പിന്നെ മറ്റേ റോട്ടോ ഒക്കെ ചെയ്തിട്ട് ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുമായിരുന്നു പണ്ട് ചെറുതിലെ. ഞങ്ങളെയൊക്കെ വെട്ടി എവിടെയെങ്കിലും കൊണ്ട് വെക്കും, അതുപോലെ വീഡിയോസിലൊക്കെ കൊണ്ട് ഞങ്ങളെ വെട്ടിച്ചേർക്കും. അങ്ങനത്തെ ഒക്കെ പരിപാടി. അച്ഛൻ കമ്പ്യൂട്ടറിൽ ഭയങ്കര പ്രാഗൽഭ്യമുള്ള ആളായിരുന്നു പണ്ട് നേരത്തെ. പിന്നെ ഫോട്ടോഷോപ്പ് പഠിക്കാനായിട്ട് സാജൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടനെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെ പഠിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അച്ഛൻ എന്നെ, ഞാനെന്ന് എനിക്ക് തോന്നുന്നു 2002 ആ ടൈമൊക്കെയാന്ന് തോന്നുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്യായിരുന്നു. അച്ഛന് സാജൻ ചേട്ടനും കൂടി ഇരുത്തി എന്നെ പഠിപ്പിക്കുമായിരുന്നു. പഠിപ്പിക്കുന്ന വെച്ചാൽ എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടപ്പോ ഞാൻ ഈ തലയൊക്കെ വെട്ടി വെച്ച് അങ്ങനത്തെ പരിപാടികൾ. പിന്നെ അച്ഛൻ തന്നെയായിരുന്നു, അച്ഛന് വേണ്ടി കൊച്ചിൻ സ്റ്റാലിയൻസ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, മിമിക്സ് ട്രൂപ്പ്. അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അച്ഛൻ തന്നെ. അത് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. ഷാരി ചേട്ടനൊക്കെ, രമേശ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ, രമേശ് ചേട്ടൻ, ബിജുക്കുട്ടി ചേട്ടനൊക്കെ, അവര് കുറെ പേര്, രാജേഷ് ഫറൂർ എന്നൊക്കെ പറഞ്ഞ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഉള്ള ടൈമില് പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്ന അച്ഛനായിരുന്നു. പിന്നെ അച്ഛന് കൊച്ചിനാരതി എന്ന് പറഞ്ഞൊരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു, അതിന്റെ പോസ്റ്റേഴ്സ് അച്ഛനാണ് ചെയ്തിരുന്നത്. അച്ഛൻ തന്നെ എഡിറ്റ് ചെയ്ത്. ഒരു ആക്ടറായിട്ടുള്ള ഒരു സലീം ചേട്ടൻ നമുക്കറിയാം, ഡയറക്ടറായിട്ടുള്ള ഒരു സലീം ചേട്ടനെ അറിയാം. പിന്നെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ കേട്ടു, അതായത് വീട്ടിലുള്ള നെറ്റിപ്പട്ടവും അതേപോലെ തന്നെ ഒക്കെ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. അതേപോലെ അച്ചാറുകള് സ്വന്തമായിട്ട് ഇടും. അപ്പം വേറെ ബിരിയാണി വെക്കും. അപ്പൊ വേറെന്തും കഴിവുകളാണ് നമുക്കറിയാത്ത സലീം ചേട്ടൻ? പിന്നെ പണ്ട് നല്ല എഡിറ്റർ ആയിരുന്നു. ഗ്രാഫിക്സ്, ചെറിയ കുഞ്ഞു ഗ്രാഫിക്സ് പരിപാടികളൊക്കെ ചെയ്യും. പിന്നെ ഈ ഫോട്ടോഷോപ്പ്, അച്ഛന്റെ പോസ്റ്റേഴ്സ് ഒക്കെ അടിപൊളി പോസ്റ്റേഴ്സ് ആയിരുന്നു ആ ടൈമിൽ ഇറങ്ങിയിരുന്നത്. അതായത് ഇന്ത്യൻ ടീമിന്റെ ഒക്കെ കുറെ, സ്റ്റാലിയൻസിന്റെ ടൈമിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു ഇമേജ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് കുറെ പരിപാടികളൊക്കെ, ഭയങ്കര ഐഡിയാസ് ഉള്ള പോസ്റ്റർ ഡിസൈനർ ആയിരുന്നു. കുറെ പോസ്റ്റേഴ്സ് ഉണ്ട് അച്ഛന്റെ, എന്റെ അടുത്ത് ഇല്ല അതൊന്നിപ്പോ, എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ സലീം ചേട്ടൻ എന്ത് വലിയ മനുഷ്യനാണ്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്തൊക്കെ ആയിരിക്കും ചേട്ടന്റെ കുറെ വർക്കുകൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ക്യാരക്ടേഴ്സ് ആയിട്ട്. ഇപ്പൊ പണ്ട് മുതലേ നോക്കുവാണെങ്കിൽ എവർഗ്രീനാണ്. ഇപ്പൊ നായകന്മാരെക്കാട്ടി കൂടുതൽ സ്കോർ ചെയ്ത പല സിനിമകളും ഉണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ കല്യാണരാമൻ, അതുപോലെ CID മൂസ, എല്ലാം തിളക്കം, മായാവി, ശ്രാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അതൊന്നും മറക്കാൻ പറ്റത്തില്ല. അപ്പം ചന്തുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്താ അച്ഛന്റെ? കോമഡി ക്യാരക്ടേഴ്സിൽ മാക്രിഗോപാലൻ വേറെ റേഞ്ചാ. പുള്ളിക്ക് അങ്ങനെ ഭയങ്കര സ്കോർ ചെയ്യാനുള്ള ഏരിയാസ് ഒന്നുമില്ല. പുള്ളിയെ ഭയങ്കര ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരാളാ, എന്നിട്ടും ഭയങ്കര സ്കോറിംഗ് ആണ് പുള്ളിക്ക്. അങ്ങനെ പുള്ളി സ്കോർ ചെയ്യുന്ന സീനുകൾ എന്ന് പറഞ്ഞ സീനുകളില്ല. അത് ഞാൻ ഇടയ്ക്ക് എന്തോ ഒരു ട്രോള് കണ്ടായിരുന്നു. ഇത് മാക്രി ഗോപാലിനെ വെച്ചിട്ടാണോ ദശമൂലത്തെ വെച്ചാണോ? കാരണം രണ്ടും ഒന്നിച്ച് വന്നത് കൊണ്ട് മാത്രം പോയ ഒരാളാണ്. ദശമൂലം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മാസായിട്ടുള്ളൊരു. അതെ അതെ അതെ, അത് ഒരു സമയത്ത് ഒറ്റ സമയത്താണ് റിലീസ് ആയത്. അല്ല, സെയിം സിനിമയാണല്ലോ. അതെ, സെയിം സിനിമയായിരുന്നു. അതെ അതെ. അപ്പൊ അതും കൊണ്ട് മാത്രം പാവം ഒതുങ്ങി പോയതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ട്രോള് കണ്ടു ഇതുപോലെ. ഓരോ സമയത്ത് ഓരോ ഇതായിരിക്കും. ഇപ്പൊ കല്യാണരാമൻ ഇറങ്ങിയ സമയത്ത് ഇന്നസെന്റുകളുടെ ക്യാരക്ടർ ഒരുപാട് ഒരു നെഗറ്റീവ് പറഞ്ഞ ക്യാരക്ടറാ കൊഞ്ഞിക്കര. ഇറങ്ങിയ സമയത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ഇറങ്ങിയ സമയത്ത്, ഭയങ്കര ഓവറാണെന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷെ അത് പിന്നെ ഭയങ്കര ഹിറ്റ് ആയല്ലോ. കൊഞ്ഞിക്കര എന്ന് പറഞ്ഞിട്ട് ഒരു വികാരമാണ്. അതാ ഓരോ സംഭവങ്ങളെ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോ അത് വർക്കാവില്ല. പിന്നെ ഇപ്പൊ ആടൊക്കെ തന്നെ കണ്ടില്ല, ഇറങ്ങിയ സമയത്ത് ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ ആട് 2 ഇറങ്ങി. അങ്ങനെ ഓരോ സിനിമകൾക്കും ഓരോ ഇതുണ്ട്. അച്ഛന്റെ ഒരു ക്യാരക്ടർ ഇനിയും ചെയ്യാൻ കിട്ടിയാൽ ഏത് ചെയ്യും? ഒന്നും ചെയ്യില്ല. അതൊന്നും തൊടാതിരിക്കുന്നതാണ് നല്ലത്. അവര് അച്ഛന് പോലും താല്പര്യമില്ലാത്തവര്. അച്ഛന് ഒരുപാട് സിനിമകളിൽ നിന്ന് ആൾക്കാർ വിളിക്കും, മണവാളൻ റിട്ടേൺസ്, മണവാളിന്റെ ക്യാരക്ടർ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട്. അച്ഛന് നടക്കൂല, ഒരു പരിപാടിയും ചെയ്യില്ല. അച്ഛനിനി അതിന്റെ ഡയറക്ടർമാർ വിളിച്ചാൽ പോലും മണവാളം ചെയ്യില്ല, ഒരു പരിപാടിയും ചെയ്യില്ല. അത് നമ്മളൊരു സമയത്ത് ചെയ്തത്, ആ സമയത്ത് അതിന്റെ ഒരു എഫക്റ്റ് ഒന്നും നമുക്കിപ്പൊ ചെയ്താൽ കിട്ടില്ല. ഇപ്പൊ അച്ഛൻ ചെയ്ത സാധനം മോൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ആ എഫക്റ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഞാനത് ചെയ്യില്ല. അച്ഛന്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞാ ഇപ്പൊ പറയൂ. ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? ഇഷ്ടപ്പെട്ട ഡയലോഗ് ഇമിറ്റേറ്റ് ചെയ്യില്ല, വെറുതെ പറയട്ടെ. എന്നാലും ഒരു ഡയലോഗ് ഫ്ലോപ്പ് ആയിരിക്കുള്ളൂ. അയാൾക്ക് ഫോണൊക്കെ ചെയ്യില്ലേ,
അപ്പൊ ആരോമല് അനിയൻ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഞാൻ അച്ഛന്റെ സൗണ്ടിൽ സംസാരിക്കും. അപ്പൊ അനിയനെ അപ്പുറത്ത് നിന്ന് ഡോ ഫോൺ കൊടുക്കണം നമുക്ക് അവനെ. അപ്പൊ എല്ലാവരും പറയണം ഇപ്പൊ ആരുടെ അടുത്ത് അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്താലും ഫ്ലോപ്പ് ആവാറാ. അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല അച്ഛൻ. എന്നാലും ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ട ഡയലോഗ് അച്ഛന്റെ മറ്റേ പച്ചക്കുതിരി സിനിമയില്ലേ, അതിലെ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമേന്റെ ചോറ അതുകൊണ്ടിട്ട് ഞാൻ പോളെന്ന് പറഞ്ഞ അത് ഭയങ്കര ഇഷ്ടമുള്ള ഡയലോഗ് എനിക്ക്. ഇപ്പോൾ സലീമേട്ടനെ സംബന്ധിച്ച് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. കാരണം നാഷണൽ അവാർഡ് വിന്നറാണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അപ്പം അതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടൊരു കാര്യമാണ് ആ സമയത്ത് നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് അതിൻ്റെ കാറ്റലോഗിന്റെ കവർ പേജ് നമ്മുടെ ആദാമിന്റെ മകൻ അബുവിന്റെ ആ ഒരു അച്ഛന്റെ പടമായിരുന്നു. അത് ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞൊരു പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പം ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഫാമിലീസിനൊക്കെ എത്രത്തോളം ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു? അത് നാഷണൽ അവാർഡിന് പോകുന്നതൊക്കെ ആ സമയത്ത് ഭയങ്കര ഒരു സംഭവമാണ്. നാഷണൽ അവാർഡിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ധാരണയില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ്, ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിൽ പോകുന്നപ്പോഴാണ് നാഷണൽ അവാർഡിന് ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ ഹോട്ടലിലൊക്കെ നിൽക്കുന്നതും 5 സ്റ്റാർ ഹോട്ടൽ, ഭയങ്കര ഫുൾ സെക്യൂരിറ്റി അവരൊക്കെ ആയിട്ട് നിൽക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ. ആ സമയത്ത് കുറേ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഒരു നാഷണൽ അവാർഡ് സെയിം ഇയർ ആണെന്ന് തോന്നുന്നു. ഐ ആം കലാം എന്ന സിനിമയാണെന്ന് തോന്നുന്നു. കലാമിന്റെ സെയിം ആ ഒരു പടത്തിന്റെ അതിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് അഭിനയിച്ച ഒരാളുണ്ട്. അപ്പൊ അവനും ആരോമലും ഒരുപോലെ ഇരിക്കുക, ആ പയ്യനും എന്റെ അനിയനും ഒരുപോലെ ഇരിക്കുക. അപ്പൊ ചില ജൂറി മെമ്പേഴ്സ് ഒക്കെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആരോമല് മറ്റേ ഷർവാണിയൊക്കെ ഇട്ട് മറ്റേ സെറ്റപ്പ് ആയിട്ടാ വന്നേക്കണേ, മറ്റേവൻ എന്തോ ഷർട്ടും പാന്റൊക്കെ ഇട്ടിട്ടാ വന്നേക്കണേ. ഇപ്പൊ ഈ ഷർവാണിയൊക്കെ ഇട്ടേക്കണപ്പോ ആൾക്കാർ വിചാരിച്ചു ഇവനായിരിക്കും അവാർഡ് കിട്ടിയത്. മറ്റവൻ പോരാ, അവൻ അത്ര പോരാ, അവൻ വലിയ ഡ്രസ്സൊന്നും ചെയ്യാതെ വന്നേക്കണം, ആരുടെയും മക്കളായിരിക്കും. പക്ഷെ ഇവനാണ് അവാർഡ് വിന്നർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് ആരോമലെ കൺഗ്രാജുലേറ്റ് ചെയ്യുക. എനിക്കിത് കണ്ടിട്ടാണ് പൊളിഞ്ഞ്. അത് എനിക്ക് ഭയങ്കര ഭരത് ബാല ഡയറക്ടർ, എനിക്ക് ആ സമയത്ത് ഇവരൊക്കെ അറിയാം. ഇവരൊക്കെ എന്നോടൊന്നും മിണ്ടണില്ല, ഇവനോട് പോയി മിണ്ടണം. ഞാൻ എന്നിട്ട് ഞാൻ നേരെ ടോയ്ലറ്റിൽ കയറി എന്റെ ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്ത് ദിസ് ഈസ് നോട്ട് ദി അവാർഡ് വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ അവരുടെ അടുത്തൊക്കെ പോയിട്ട് എല്ലാവരും പോയിട്ട് ദിസ് ഈസ് നോട്ട് ദി അവാർഡ് വിന്നർ, ദാറ്റ് ബോയ്. അപ്പൊ ഇവന്റെ അടുത്തുനിന്ന് ആൾക്കാർ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പോയി കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സമാധാനമായി. ഞാൻ അങ്ങനത്തെ കുറെ പരിപാടികൾ ആ സമയത്ത്, കുറെ പരിപാടികൾ നാഷണൽ അവാർഡ് സമയത്ത് ഒരുപാട് ഇതുണ്ട്. അച്ഛൻ മറ്റേ നാഷണൽ അവാർഡ് കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടാവും, പാർട്ടി പോലത്തെ ഒരു പരിപാടി ഉണ്ടാവും. അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടി, അങ്ങനെ പരിപാടി ഉണ്ട്. അപ്പോൾ ഗസ്റ്റ് നാഷണൽ അവാർഡ് വിന്നേഴ്സിന് വേറെ സെപ്പറേറ്റ് പാർട്ടിയാണ്, ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേറെ പാർട്ടി, അവർക്ക് ഭയങ്കര ഹൈ സെക്യൂരിറ്റിയുള്ള വേറെ പാർട്ടിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് ആരെയും വേറെ ആരെയും കയറ്റി വിടില്ല. അച്ഛൻ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു ഫാമിലിക്ക് അപ്പുറത്താണ് പാർട്ടി, ഇപ്പുറത്താണ് സാറിനുള്ള പാർട്ടി എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞു, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ഫാമിലി ഇല്ലാതെ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരെ പുറത്തേക്കൊന്നും മാറ്റി വിടില്ല, എനിക്ക് എൻ്റെ കൂടെ വരുത്താൻ പറ്റുമെങ്കിൽ വരുത്തേന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് പാർട്ടി, നിങ്ങളുടെ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോഴേക്കും അവർ വന്നിട്ട് വിളിച്ചു, സോറി സാർ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ച് ഞങ്ങളെല്ലാവരും കയറ്റി അവിടെ ചെന്നകത്തുന്ന അവിടെ പരിപ്പ് വട, സമൂസ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. തൊട്ടപ്പുറത്ത് വലിയ ഗ്രാൻഡ് പാർട്ടി ഫാമിലിക്ക് വേണ്ടിട്ട്. ഞങ്ങള് ഒരുമാതിരി പെട്ട അവസ്ഥയിൽ പോയി. ഇത് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാർട്ടിക്ക് കൊണ്ടുവന്നത്. നമ്മൾ വിചാരിച്ചത് എന്താ, ഇപ്പുറത്തായിരിക്കും മെയിൻ പാർട്ടി, പക്ഷെ അപ്പുറത്താണ് ഒറിജിനൽ പാർട്ടി. ഇപ്പുറത്ത് ചായ, സമൂസയൊക്കെ നാഷണൽ അവാർഡ് ആൾക്കാർ കഴിക്കുന്ന സാധനം അത്. എനിക്ക് അപ്പൊ തന്നെ മടുത്ത് പരിപാടി. നാഷണൽ അവാർഡ് കിട്ടാത്തവരിക്കും നല്ല ഫുഡൊക്കെ കിട്ടണേ. സലീം അഹമ്മദ് അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ട് അവിടെ അടിപൊളി പരിപാടിയായിരുന്നു, എന്തൊക്കെ ഫുഡായിരുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഈ പരിപ്പോടെ സമൂസയും കഴിച്ചിട്ട് ചായയും കുടിച്ച് ഇറങ്ങി പോന്ന നടന്നു. എനിക്ക് സമയത്ത് ചിരി സഹിക്കാൻ വയ്യ. അതെന്തെന്നറിയോ, ചന്തി പോയി പറഞ്ഞപ്പോഴേ എനിക്ക് എന്താ ഓർമ്മ അറിയോ, പുലിവാൽ കല്യാണത്തിനകത്ത് മറ്റേ ഇവനെ ആരവിടെ പിടിച്ചിരുത്തി ഇപ്പൊ അനിയന്റെ കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തവളെ സ്ക്രിപ്റ്റ് പറഞ്ഞില്ലേ, ഇങ്ങോട്ട് മാറ്റിയെടുത്ത് അവരെ ആരെ പിടിച്ചവിടുത്തേരും അവര് ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ. സത്യമായിട്ട് എനിക്കത് ആലോചിച്ച് എനിക്ക് ചിരി അടക്കാൻ വയ്യ. അങ്ങനെ തന്നെയായിരുന്നു അതല്ലേ. അതങ്ങനെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും വലിയ വലിയ ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ട് അർഹതയില്ലാത്ത അംഗീകാരം കിട്ടുന്നത് എന്റെ അനിയന്, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവാർഡ് കിട്ടിയവൻ അവിടെ തൊട്ടപ്പത്തിരിക്കുക, അവനൊരു ഷർവാണി വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ടാണ് അവനെ ഇപ്പൊ ഇടാപാട് പറഞ്ഞത്. അതെനിക്ക് ഭയങ്കര മനസ്സിലായിട്ട്, ഒരു കലാകാരന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ നേരെ ചെന്നിട്ട് പറഞ്ഞു, സാർ ഇതല്ല സാർ, അപ്പുറത്തിരിക്കുന്ന ആളാണ്. അത് അന്ന് അത്ര വലുതല്ല, പക്ഷെ എനിക്ക് മനസ്സിലായത് ഞാനത് ചെയ്യണം, എന്റെ ധർമ്മമാണത്. കാരണം ആ പയ്യൻ പാവം, അല്ലാതെ എന്റെ അനിയൻ അത് കിട്ടുന്നോണ്ടുള്ള അസൂയൊന്നുമല്ല, പയ്യൻ പാവമായതുകൊണ്ട്.
എനിക്ക് മനസ്സിലാതെ ഈ വാഷ്റൂമിൽ പോയി പഠിച്ചത് എന്തിനാ? അത് നമ്മളൊരു വലിയ ആൾക്കാരോട് സംസാരിക്കാൻ പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് സംസാരിക്കണമല്ലോ. അപ്പൊ ഞാൻ ബാത്റൂമിൽ പോയിട്ട് പറഞ്ഞു നോക്കി, ഓക്കെ ഇംഗ്ലീഷ് കറക്റ്റ് ആണ്, ഗ്രാമർ കറക്റ്റ് ആണ്, ഓക്കെ ഇനി പോവാം. ആ ഒരു ഇതായിരുന്നു. നമ്മള് നേരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് കുറവുള്ളതുകൊണ്ട് വലിയ വലിയ ആൾക്കാരെല്ലാവരും ഡയറക്ടേഴ്സ്, വലിയ വലിയ ഡയറക്ടേഴ്സാ. അവരൊക്കെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോകണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ആ വാഷ്റൂമിൽ കയറി സംസാരിച്ചു നോക്കിയത്. എനിക്ക് ചിരി സഹിക്കാൻ ഇതൊക്കെ കേട്ടിട്ടെ. മറ്റേ ഒരു സമയത്ത് റീലില്ലായിരുന്നു, മറ്റേ ഓർഡർ ചെയ്യാൻ വിളിച്ചിട്ട് പഠിച്ചു വെച്ച് ഓർഡർ ചെയ്യാൻ വിളിച്ചിട്ട് തെറ്റിപ്പോന്നു. എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഞാൻ കോൺഫിഡൻസ് കുറവുള്ള സ്ഥലത്ത് ഞാൻ കറക്റ്റ് പഠിച്ചു വെച്ചിട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പണിപ്പാളും. ഇതുപോലെ ഈ സമയത്ത് വല്ല പഠിച്ചു വെച്ചിട്ട് പോയ സംഭവമല്ലോ കേട്ടോ. ഫുൾ കോൺഫിഡൻസ് ഒന്നുമില്ല. ഞാനൊരു ഇൻട്രോവേർട്ടാ, ശരിക്കും ഭയങ്കര ഇൻട്രോവേർട്ടാ. എനിക്ക് ആൾക്കാരെ കാണുന്ന ഭയങ്കര പേടിയാ. പക്ഷെ അവിടെ ചെല്ലുമ്പോ നമ്മുടെ കൂടെ പിന്നെ 11 നമ്മുടെ ബോയ്സ് ഉണ്ട്. എല്ലാവരും ബോയ്സും ചിതും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ബലത്തിലാണ് നമ്മൾ പോണത്. എന്തെങ്കിലും വന്നാൽ അവര് ഏറ്റെടുത്തോളൂ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അവർ ഏറ്റുപിടിച്ചോളും. നമുക്ക് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, അവർ ഏറ്റുപിടിച്ചോളും എന്നൊരു സംഭവം ഉണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ എല്ലാ പരിപാടിക്കും പോണേ. ഞാൻ ജീൻചാറിന്റെ ഒക്കെ ഭയങ്കര ഇൻട്രോവേർട്ടാ. ഞങ്ങൾക്ക് വലിയ ഇതിപ്പോ ക്യാമറ വെച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ആൾക്കാരെ മുമ്പിൽ സംസാരിക്കാൻ ഭയങ്കര മടിയല്ല, പേടിയാ. എന്തോ ഒരു ഉള്ളിൽ ഭയങ്കര ഭയമായിരിക്കും സ്റ്റേജിലൊക്കെ കയറി നിൽക്കുമ്പോഴേക്കും. പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കാതെ നമ്മൾ ശ്രമിക്കും, നമ്മൾ അഭിനയിക്കും, ആക്ട് പണ്ടും തെളിയിച്ചോണ്ടിരിക്കണല്ലേ.